വീടിന് മുന്നിൽ ഗേറ്റിന് സമീപം വൈകിട്ടൊരു 6 മണി സമയത്ത് ഇങ്ങനെ വെറുതെ നിൽക്കുമ്പോൾ ഒരു കാട്ടുപന്നി ആക്രമിക്കാൻ വന്നാൽ നമ്മൾ എന്ത് ചെയ്യും? ഒരു ദൃശ്യം ആദ്യം കണ്ടിട്ട് വരാം. കാട്ടുപന്നി ആക്രമിക്കാൻ വന്നതിന്റെ ഭീതി ഇപ്പോഴും പത്തനംതിട്ട വടക്കടത്തുകാവ് സ്വദേശി രജനീഷിൽ നിന്നും വിട്ടുമാറിയിട്ടില്ല. വീടിന് സമീപത്തെ കടയിലേക്ക് പച്ചക്കറി വാങ്ങാൻ ഇറങ്ങിയതായിരുന്നു രജനീഷ്. ഞാൻ ഈ ഗേറ്റിൻ്റെ ഈ സൈഡിൽ നിൽക്കുമ്പോൾ പന്നി വീടിൻ്റെ തൊട്ടപ്പുറത്ത് നിന്ന് നമ്മളെ കണ്ട് ഇടിക്കാൻ പിടിച്ച് വരികയും ഗേറ്റെ പിടിച്ച് പൊങ്ങാൻ പറ്റിയെന്ന് പന്നി അടിയിൽക്കൂടെ പോയി മതിലേൽ ഇടിക്കുക. അല്ലെങ്കിൽ പന്നിയുടെ ഇടി നമ്മുടെ കാലിന് തന്നെ കെട്ടിയാണ്. ഇതിൻ്റെ മഴ പെയ്തിട്ട് പോലും പോയിട്ടില്ല. അതിൻ്റെ ചോരപ്പാട് ഇപ്പോഴും അത് പറ്റിയിരിപ്പുണ്ട്. ചെറിയ ആ പെയിൻറ്റ് പോയിട്ടുണ്ട് പന്നിയുടെ ഇടിക്ക്. നല്ല ഊക്കിനാണ് ഇടിച്ച്. അടുത്ത ഉതുപ്പിന് അത് നമ്മുടെ വീടിൻ്റെ വാതിൽ വരെ എത്തിക്കഴിഞ്ഞു പന്നി. ഞാൻ ഒരു 2 പോയിന്റ് ഇങ്ങോട്ട് മാറുന്നതിന് പന്നി അങ്ങ് വീടിൻ്റെ വാതിലിലെത്തി. കാട്ടുപന്നിയുടെ കുത്തേൽക്കാതെ ഇവിടെ വെച്ച് രജനീഷ് രക്ഷപ്പെട്ടത് ഭാഗ്യം കൊണ്ടാണ്. രജനീഷിനെ ലക്ഷ്യമാക്കിയാണ് കാട്ടുപന്നി ഓടി വന്നതെങ്കിലും രജനീഷ് ഒഴിഞ്ഞു മാറിയതിനാൽ കാട്ടുപന്നി നേരെ വന്ന് ഇടിച്ചത് വീടിൻ്റെ ഭിത്തിയിലായിരുന്നു. എത്രമാത്രം ശക്തിയിലാണ് കാട്ടുപന്നി ഈ ഭിത്തിയിൽ ഇടിച്ചതെന്ന് മനസ്സിലാകുന്നതിന് ഈ ഒരൊറ്റ പോയിന്റ് മാത്രം കണ്ടാൽ മതി. ആ ഭാഗം കട്ടിയുള്ള മതിലിൻ്റെ ആ ഭാഗം പൊട്ടിയിരിക്കുന്നത് നമുക്ക് വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. കുട്ടികൾക്ക് പോലും ഇപ്പോൾ റോഡിലൂടെ നടന്നു പോകാൻ ഭയമാണ്. ഏത് ഭാഗത്തു നിന്നാണ് കാട്ടുപന്നി ആക്രമിക്കാൻ വരുന്നതെന്ന് അറിയില്ല. ഏറത്ത് ഗ്രാമപഞ്ചായത്ത് 4-ാം വാർഡംഗം സൂസൻ ശശികുമാർ പറഞ്ഞു. 6:30 ആയതേ ഉള്ളൂ, ഇരുട്ടിയത് പോലും ഇല്ല. അന്നേരം അവൻ രജനീഷ് പാല് മേടിക്കാൻ പോയിട്ട് ഇങ്ങോട്ട് വരുന്ന സമയമേ ഉള്ളൂ. ആ MC റോഡിൽ നിന്ന് ഇങ്ങോട്ട് കയറുക, അന്നേരം ഇത് പാഞ്ഞു വരിക. ഇതെന്തെങ്കിലും സംഭവിച്ചു പോയിരുന്നെങ്കിൽ നമുക്കൊന്നും പറയാൻ പറ്റുന്നില്ല. എന്തൊരു ഭാഗ്യത്തിൽ ഇത് കാരണം അതിന് മുന്നേ ഞങ്ങൾ ഒന്നിച്ച് കണ്ട് സംസാരിച്ചിട്ട് ഞാൻ വീട്ടിലോട്ട് പോയതേ ഉള്ളൂ. അതിന് ഉടനെ എന്നെ വിളിച്ച് പറയുന്നത് ഇങ്ങനെ എന്നെ പന്നി കുത്താൻ വന്നു പറഞ്ഞ് എനിക്ക് വീഡിയോ ഇട്ടുതന്ന്. ഞാൻ ചോദിച്ചു തമാശ പറയാമെന്ന് പറഞ്ഞു. അല്ല, അന്നേരമാണ് എന്നെ ഇതൊക്കെ കാണിക്കുന്നത്. പേടിച്ചു, ഞങ്ങളെല്ലാം പേടിച്ചു കേട്ടോ. പേടിയുണ്ട്. എല്ലാവരും ഇപ്പോൾ ഇടം വരെ നോക്കിയല്ലേ. കുട്ടികളോടായാലും ഞങ്ങൾ പറയും, കുട്ടികളോടായാലും ഇതുവഴി പോകുന്നവരോടൊക്കെ പറയും നിങ്ങൾ പോകുമ്പോൾ ശ്രദ്ധിച്ച് വേണം, പന്നി ഇതുവഴി വരുന്നതെന്ന് അറിയത്തില്ല, അതിനനുസരിച്ച് വേണം പോകാമെന്ന്. അല്ലാതെ നമുക്ക് പറ്റില്ല, പേടിയാണ്, എല്ലാവർക്കും പേടിയാണ്. ഇപ്പോൾ ഈ വീട്ടുകാരൊന്നും ഇപ്പം വെളിയിലോട്ട് ഇറങ്ങത്തേ ഇല്ല. രജനീഷിനെ പോലെ എല്ലാവർക്കും കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ നിന്നും രക്ഷപ്പെടാൻ കഴിഞ്ഞെന്ന് വരില്ല. ദൂരെ നിന്നും കാട്ടുപന്നി തന്നെ ലക്ഷ്യമാക്കി ഓടി വരുന്നത് കൃത്യമായി കണ്ടതുകൊണ്ട് മാത്രം രജനീഷിന് രക്ഷപ്പെടാൻ സാധിച്ചു. പത്തനംതിട്ട ഏറത്ത് ഗ്രാമപഞ്ചായത്തിലെ വടക്കടത്തുകാവിലെ നാട്ടുവഴികളിൽ കൂടി പോലും പകൽ സമയം നടന്നു പോകാൻ ഇപ്പോൾ ആളുകൾക്ക് ഭയമാണ്. കാട്ടുപന്നികളുടെ ശല്യം അത്രയും രൂക്ഷമാണ്. വീഡിയോ ജേർണലിസ്റ്റ് അജി കുടുംബത്തിനൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ, റിപ്പോർട്ടർ പത്തനംതിട്ട.